നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. നമ്മൾ 2 എപ്പിസോഡിന് മുമ്പ് ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ജഗദീഷ് ശ്രീകുമാറിനെ നമ്മുടെ സിദ്ദിഖ് ലാൽ എന്താ പറയുക വിമർശിച്ചു എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണല്ലോ ചെയ്തത്. ഞാനതിൽ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. അനാവശ്യമായ ഒരു വാഗ്വാദത്തിനോ തർക്കത്തിനോ ഒന്നിനും പോകാതെ സ്വന്തമായ പന്താവിലൂടെ ജീവിക്കുന്ന ആളാണ് ലാൽ. അപ്പോൾ ഞാൻ ആമുഖത്തിൽ പറഞ്ഞു, ഞാൻ ലാൽ ക്രിയേഷൻ്റെ ഹരിയെ വിളിച്ചത് മാറി ലാലേട്ടന് പോവുകയും അദ്ദേഹം എടുത്തിട്ട് ആരാ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞ കാര്യം പറഞ്ഞു. എന്നെ ഇന്നലെ അദ്ദേഹം 2 പ്രാവശ്യം വിളിച്ചു. സത്യത്തിൽ ഞാൻ കണ്ടില്ല, കാരണം ഫോണിന് ബെല്ല് കേൾക്കുന്ന ഫോണിലല്ല വിളിച്ചത്, എൻ്റെ സ്ഥിരം ഫോണിലല്ല വിളിച്ചത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉള്ള നമ്പറിൽ വിളിച്ചു. അതിൽ റിങ് കേൾക്കില്ല, ഞാൻ സൗണ്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഞാൻ എന്തിനോ അതെടുത്തപ്പോൾ 2 പ്രാവശ്യം വിളിച്ചിരിക്കുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു വിളിക്കാം. ഉച്ച കഴിഞ്ഞപ്പോൾ എന്നെ വീണ്ടും വിളിച്ചു. നിങ്ങളുടെ ഫോൺ വന്നപ്പോൾ സത്യമായും എൻ്റെ ഫോണിൽ ഡിസ്പ്ലേ വന്നില്ല എന്നാണ് ആദ്യം ലാലേട്ടൻ പറഞ്ഞത്. ഞാൻ നിങ്ങളുടെ നമ്പർ ഫീഡ് ചെയ്തിരിക്കുന്നത് 2ാമത്തെ നമ്പറാണ്. ഞാൻ പറഞ്ഞു, അത് സാരമില്ല ലാലേട്ടാ. ദിനേശ്, എനിക്ക് ശത്രുക്കളില്ല, ഞാൻ ആരെയും ശത്രുവായി കാണുന്നവനുമല്ല. നിങ്ങളോട് എനിക്ക് ഒട്ടും ശത്രുതയില്ല, അതിനുള്ള ഒരവസരവും നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ദിലീപുമായും എനിക്കിപ്പോഴും നല്ല ബന്ധമുണ്ട്. ഞങ്ങൾ പരസ്പരം ആവശ്യം വരുമ്പോൾ സാമ്പത്തികമായ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നാൽ ഞാൻ അങ്ങോട്ട് കാശ് കൊടുക്കാറുണ്ട്, എനിക്ക് ഇങ്ങോട്ട് തരാറുണ്ട്. ഞങ്ങൾ നല്ല ബന്ധമാണ് ഇപ്പോഴും. അത് ദിനേശെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞു. ശത്രുക്കളെ ഉണ്ടാക്കാനോ ഒരാളെ വേദനിപ്പിക്കാനോ എന്തേലും കമൻറ്റുകൾ പറയാനോ താല്പര്യമില്ലാത്ത ആളാണ് ഞാൻ. അത് ദിനേശന് അറിയാമല്ലോ എന്ന് പറഞ്ഞ് കുറേ നേരം സംസാരിച്ചു. ഞങ്ങൾ 18 മിനിറ്റായിട്ട് സംസാരിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഈ പറയുന്നത് ദിനേശനൊന്ന് റെക്കോർഡ് ചെയ്യാമോ? ഞാൻ പറഞ്ഞ്, എനിക്ക് ആ പരിപാടി ഇല്ല. അല്ല ദിനേശ്, അതൊന്ന് റെക്കോർഡ് ചെയ്യണം, കാരണം ഒരു വാക്കോ ഒരു പുള്ളിയോ മാറിയാൽ അർത്ഥം മാറും. ഞാൻ പറഞ്ഞു, കേരളമുദിക്ക് വേണ്ടി മോഹൻലാലിനെ ഇൻ്റർവ്യൂ ചെന്നപ്പോൾ ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയപ്പോൾ ടേപ്പ് റെക്കോർഡില്ലേ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ടേപ്പ് റെക്കോർഡും ഇല്ല, ക്വസ്റ്റ്യൻ എയറും ഉണ്ടാക്കിയിട്ടില്ല, നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞാണ് ഞാൻ ചെയ്തത്. ഒരിക്കലും അദ്ദേഹത്തിന് ഞാൻ പറയാത്തതൊക്കെ ദിനേശ് എഴുതി വെച്ചു എന്ന് പറയേണ്ടി വന്നിട്ടില്ല. അതുപോലെ ലാലേട്ടൻ പറഞ്ഞോ എന്ന് പറഞ്ഞു. ലോക സിനിമയിൽ തന്നെ മികച്ച 25 നടന്മാരെ എടുക്കാൻ ഒന്ന് തിരിഞ്ഞ് പറഞ്ഞാൽ അതിലൊരാൾ എന്നോടാണ് പറയുന്നതെങ്കിൽ ഞാൻ പറയാം അതിലൊരാൾ അമ്പിളിച്ചേട്ടനായിരിക്കും. ലോക സിനിമയിൽ, ഇന്ത്യൻ സിനിമയിലെ 10 പേരെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ അതിലൊരാൾ ജഗദീഷ് ശ്രീകുമാറായിരിക്കും. മലയാളത്തിലെ 4 അഭിനേതാക്കളെ പറയാൻ പറഞ്ഞാൽ ഞാൻ പറയും അതിലൊന്ന് ജഗദീഷ് ശ്രീകുമാറായിരിക്കും. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇതിലപ്പുറം എന്ത് വേണമല്ലേ? ജഗദീഷ് ചേട്ടനെ അദ്ദേഹം എങ്ങനെയാണ് കാണുന്നതിനുള്ള ഏറ്റവും ഉത്തമ ഉദാഹരണമാണിത്. ലോക സിനിമയിൽ 25 പേരെ തിരഞ്ഞെടുത്താൽ അതിലൊരാൾ ജഗദീഷ് ശ്രീകുമാറായിരിക്കും. ഇന്ത്യൻ സിനിമയിൽ 10 നല്ല നടന്മാരെ തിരഞ്ഞെടുത്താൽ അതിലൊരാൾ ജഗദീഷ് ശ്രീകുമാറായിരിക്കും. മലയാള സിനിമയിൽ നിന്ന് 4 പേരെ തിരഞ്ഞെടുത്താൽ അതിലൊരാൾ ജഗദീഷ് ശ്രീകുമാറായിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതറിയാത്ത ആളല്ല ദിനേശൻ ഞാൻ. അടുത്തിടെ ഒരു നടൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ അഭിമുഖം ഞാൻ കാണാനിടയായി. അഭിമുഖത്തിൽ അല്പം തള്ളുള്ള ഒരു നടനാണ്, എനിക്കറിയാം, തള്ളിൻ്റെ ആശാനാണ്. അപ്പോൾ അയാൾ പറയാണ്, ഒരു സീൻ എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ഥലം എത്തുമ്പോൾ റിഹേഴ്സലിൽ കാണിക്കാത്ത ഒരു നമ്പർ അവിടെ ഇടണം, അതിനകത്ത് ഒരു നമ്പർ ഇട്ടേക്കണം. ആ ടേക്ക് ഓക്കെ ആയില്ലെങ്കിൽ ആ നമ്പർ പിന്നെ അവിടെ ഇടരുത്, കുറച്ചുകൂടി കഴിഞ്ഞ് അപ്പുറത്തിടണം. അങ്ങനെ ഇടുമ്പോഴാണ് കൂടെ അഭിനയിക്കുന്നവന്മാരൊന്ന് പതറുന്നത്, നമ്മൾ കൈയടി നേടുകയും ചെയ്യും, അവന്മാർ പതറും. ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു എന്നാണ് ജഗദീഷ് ശ്രീകുമാർ പഠിപ്പിച്ചു കൊടുത്തു എന്നാണ് ഈ നടൻ തള്ളുന്നത് ഇൻ്റർവ്യൂവിൽ. ഇത് കേട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളാണെങ്കിൽ ഹോ 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 എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം എന്ന് പറഞ്ഞാൽ കൈയടിച്ച് പൊട്ടിച്ചിരിക്കുന്നു. അമ്പിളിച്ചേട്ടൻ ഒരിക്കലും ഇങ്ങനെ പറയില്ല ദിനേശ്. എന്നോട് അദ്ദേഹം ആ ഇൻ്റർവ്യൂ കാണണമെന്ന് പറഞ്ഞു. ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞു, ഞാൻ ആ ചാനൽ കാണാത്തതാണ്. അല്ല ദിനേശ്, ഇതൊന്ന് കാണണം. അങ്ങനെ ഞാൻ കണ്ടു അത്. അപ്പോൾ എൻ്റെ ലാലേട്ടൻ പറയുകയാണ്, അമ്പിളിച്ചേട്ടൻ ഒരിക്കലും അങ്ങനെ പറയില്ല ദിനേശ്. ഒരു 4 പേര് ഇരിക്കുന്ന ഒരു സീനിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു നമ്പർ ഇട്ട് കൂടെ നിൽക്കുന്നവന്മാരെ
പതർച്ച ഉണ്ടാക്കണം. അത് ഫസ്റ്റ് ടേക്ക് ഓക്കെ അല്ലെങ്കിൽ അടുത്ത ടേക്ക് എടുക്കുമ്പോൾ അവിടെ ഇടരുത്, കാരണം അവിടെ ഈ നടന്മാർ റെഡിയായിട്ട് നിൽക്കും. അത് കഴിഞ്ഞ് വേറൊരിടത്ത് ഇടണം. അങ്ങനെയുള്ളൊരു ഗൊനിഷ്ഠ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കുന്ന ആളല്ല ജഗദീഷ് ശിവകുമാർ. ലാലേട്ടനും പറയുന്നു, ഒരിക്കലും അമ്പിളിച്ചേട്ടൻ അങ്ങനെ പറയില്ല ദിനേശ്. ഇത് മനസ്സിൽ കിടക്കുമ്പോഴാണ് ഒരു ഇൻ്റർവ്യൂവിൽ റിഹേഴ്സലിൽ കയ്യിൽ നിന്ന് ഇടരുത്, സംവിധായകൻ പറയാത്ത ഒരു സാധനവും ഇടരുത്, അല്ലെങ്കിൽ റിഹേഴ്സലിൽ കാണിച്ചു കൊടുത്തിട്ട് സംവിധായകൻ്റെ ഓക്കെ വാങ്ങണം. അപ്പോൾ എതിർവശത്ത് നിൽക്കുന്നവർക്ക് അറിയാൻ പറ്റുമല്ലോ. റിഹേഴ്സൽ നടക്കുമ്പോഴേ അത് ഇട്ട് കാണിച്ച് ഓക്കെ ആക്കി എടുക്കണം. അത് ശരിയല്ല, അല്ലാതെ ടേക്കിൽ അങ്ങനെ ഇടുന്നത് ശരിയല്ല. അമ്പിളിച്ചേട്ടൻ അങ്ങനെ ചെയ്യാറുണ്ട് എന്ന് പലരും പറയാറുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് പോളിഷ് ചെയ്ത് അമ്പിളിച്ചേട്ടനെ സുഖിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് കാണുന്നവരുടെ കയ്യടി വാങ്ങാനായിട്ടാണെങ്കിൽ അമ്പിളിച്ചേട്ടൻ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ പോരായിരുന്നു ദിനേശ്. ഞാൻ ഉള്ളതുപോലെ പറഞ്ഞു, അമ്പിളിച്ചേട്ടനും ഇങ്ങനെ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. അതിനെയാണ് ഇങ്ങനെയൊക്കെ ആക്കി വിട്ടത് എന്ന് പറഞ്ഞ് ഒരുപാട് നേരം എന്നോട് സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദിനേശ് ഇതൊക്കെ അടുത്ത എപ്പിസോഡിലായിട്ട് കയറ്റി വിടുമോ? ഞാൻ പറഞ്ഞു, നമ്മൾ പേഴ്സണലായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ കയറ്റി വിടില്ല. അല്ല, ഇതിപ്പോൾ ഞാൻ എൻ്റെ ഭാഗം ക്ലിയർ ചെയ്തില്ല ദിനേശ്, ആ കാര്യങ്ങൾ വേണമെങ്കിൽ ദിനേശ് പറഞ്ഞോ. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറഞ്ഞത്. നമ്മുടെ പ്രോഗ്രാമിൽ എന്തായാലും അദ്ദേഹം എന്നോട് പറഞ്ഞത്, ദിനേശ് എന്നെപ്പറ്റി നീ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഞാൻ മറന്നുപോയ കാര്യങ്ങളായിരുന്നു. അവിടെ വീടിനടുത്തൊരു പലവ്യഞ്ജന കട കത്തിപ്പോയി പായൊക്കെ 50,000 രൂപ കൊടുത്തു എന്ന് ദിനേശ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. ഞാനപ്പം നാൻസിയോട് ചോദിച്ചു, ഇവിടെ ഏത് കട കത്തി എന്ന് കേട്ടപ്പോൾ നാൻസി പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ദിനേശ് പറഞ്ഞ 50,000 രൂപ കൊടുത്ത കാര്യം. അതുപോലെ ആ ക്യാൻസർ വന്നു എന്ന് പറഞ്ഞ മേക്കപ്പ് പയ്യൻ ഈ അടുത്ത കാലത്ത് തന്നെ കാണാൻ വന്നിരുന്നു. അപ്പോൾ ദിനേശ് പറഞ്ഞപ്പോഴാണ് ഞാൻ അവനും 50,000 രൂപ കൊടുത്തത് അറിഞ്ഞതെന്നൊക്കെ പറഞ്ഞ്. ദിനേശ് എന്തായാലും എന്നെപ്പറ്റി ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞല്ലോ എന്നാണ് ലാലേട്ടൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ലാലേട്ടനോട് പറഞ്ഞത്, ചേട്ടാ ഇനി ഒരു 5 വർഷം എനിക്ക് ജീവിതമുള്ളൂ എന്ന് വെച്ചോളൂ. ആ 5 വർഷവും നിങ്ങൾ എൻ്റെ മനസ്സിൽ വളരെ ബഹുമാനത്തോടെ കാണുന്ന ആൾ തന്നെ ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങൾ വളരെ സൗഹാർദ്ദത്തോടെ പിരിഞ്ഞു. എത്രയും അടുത്ത സമയത്ത് ഞാൻ ലാലേട്ടനെ നേരി കാണാമെന്ന് പറഞ്ഞാണ് ഫോൺ വെച്ചത്. നമസ്കാരം. സിനിമാ വാരഫലത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മയുടെ ജനറൽ ബോഡി ഈ കഴിഞ്ഞ 25-ാം തീയതി കഴിഞ്ഞു. നല്ല ഭംഗിയായി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. കാരണം ഇപ്പോൾ ഭരണാധികാരികളില്ലല്ലോ, അഡ്വോക്കേറ്റ് കമ്മിറ്റിയല്ലേ ഉള്ളത്. ജനറൽ ബോഡിയിൽ കൃത്യമായി വന്നിരുന്ന മധുസാറും ഇല്ല, മമ്മൂക്കയും ഇല്ല. അനാരോഗ്യത്താൽ രണ്ടുപേരും എത്തിയില്ല. എങ്കിലും മധുസാറ് ഓൺലൈനിലൂടെ അതിൽ പങ്കെടുത്തു. അപ്പോൾ ആ സംഘടനയോട് അദ്ദേഹത്തിനുള്ള കൂറ് നിങ്ങൾ ആലോചിച്ച് നോക്കും. എന്നാൽ 2011 ശേഷം കഴിഞ്ഞ 14 വർഷമായിട്ട് അമ്മയുടെ മീറ്റിങ്ങിന് വരാത്ത ജഗദീഷ് ശിവകുമാർ ജനറൽ ബോഡിക്ക് എത്തി എന്നുള്ളത് ആ ജനറൽ ബോഡിയിൽ പങ്കെടുത്ത എല്ലാ പേർക്കും സന്തോഷം പകരുന്ന കാര്യമായി. ജനറൽ ബോഡിയിൽ പങ്കെടുക്കാനായി തിരുവനന്തപുരത്തു നിന്നും വിമാനത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്ര. അപ്പോൾ വിമാനം പൊങ്ങിക്കഴിഞ്ഞപ്പോൾ എയർ ഹോസ്റ്റസ് പറഞ്ഞു, നമ്മുടെ ഈ ഫ്ലൈറ്റിൽ ഒരു വിശിഷ്ട അതിഥിയുണ്ട്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് അനൗൺസ് ചെയ്തവർ. ഇതിനിടയിൽ ആരോ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ വിമാനത്തിൽ ജഗദീഷ് ശിവകുമാറുണ്ട്, എറണാകുളത്ത് അമ്മയുടെ മീറ്റിങ്ങിന് എന്തോ പോകാനായിട്ടുണ്ട്. ഒരു മടിയുമില്ലാതെ അദ്ദേഹം എണീറ്റ് ചെന്ന് ജഗദീഷ് ശിവകുമാറിനോട് കുശലങ്ങൾ ചോദിച്ചത് വലിയ വാർത്തയായി. വിമാനത്തിൽ നിന്നുള്ള ഫോട്ടോ മുഖ്യമന്ത്രിയുടെ സൈറ്റിലിടുകയും അത് പിന്നെ എല്ലാവരും എടുത്ത് ഉപയോഗിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം പോയി ജഗദീഷ് ശിവകുമാറിൻ്റെ കുശലങ്ങളെല്ലാം ചോദിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ വെളിപ്പെടുത്തലുകളിൽ അമ്മയുടെ ഭാരവാഹികളുടെ പേരുകൾ വന്നതോടെ മോഹൻലാലിൻ്റെ നിർദ്ദേശത്തിൽ കമ്മിറ്റി രാജിവെക്കുകയും അഡ്വോക്കേറ്റ് കമ്മിറ്റിക്ക് ഭരണം കൈമാറുകയും ചെയ്തല്ല. അമ്മയുടെ ജനറൽ ബോഡി കഴിഞ്ഞ് മൂന്നാം നാൾ ഈ കഴിഞ്ഞ് 25-ാം തീയതി കഴിഞ്ഞ് അത് കഴിഞ്ഞ് 3-ാം നാളായപ്പോൾ ഹേമ കമ്മിറ്റിയിൽ വന്ന മൊഴികളുടെ അടിസ്ഥാനത്തിലെടുത്ത എല്ലാ കേസുകളും പരാതി പറഞ്ഞവർ സാക്ഷി പറയാൻ തയ്യാറല്ല എന്ന് പറഞ്ഞതോടുകൂടി എന്താ പറയുക, ഹേമ കമ്മിറ്റിയുടെ മുന്നിൽ പറഞ്ഞ പരാതികളുടെ പേരിലെടുത്ത എല്ലാ കേസുകളും ഞങ്ങൾ പിൻവലിക്കുകയാണെന്ന് സർക്കാർ കോടതിയിൽ പറയും, കോടതി അംഗീകരിക്കുകയും ചെയ്തു. എന്നാലും ഞാനിനി പ്രസിഡന്റ് സീറ്റിലേക്ക് ഇല്ല എന്ന് മോഹൻലാൽ തീർത്തും പറഞ്ഞതിനാൽ വീണ്ടും തിരഞ്ഞെടുപ്പ് 3 മാസത്തിനകം നടത്താൻ ജനറൽ ബോഡി തീരുമാനിച്ചിട്ടാണ് പിരിഞ്ഞത്. അഡ്വോക്കേറ്റ് കമ്മിറ്റി അടുത്ത തിരഞ്ഞെടുപ്പ് എന്ന് നടത്താം, ആരെ ചുമതലപ്പെടുത്താം എന്നുള്ളതൊക്കെ ഉടനെ തന്നെ തീരുമാനിക്കും. 2 ദിവസം തീരുമാനിക്കും.
പ്രസിഡൻ്റായി മോഹൻലാൽ തുടരണമെന്ന് ഭൂരിപക്ഷം പേരും ആവശ്യപ്പെട്ടിട്ട് മോഹൻലാൽ സമ്മതിച്ചില്ല. മത്സരമില്ലെങ്കിൽ പ്രസിഡൻ്റായി താനിരിക്കാമെന്ന് വിശ്വസ്തരോട് മോഹൻലാൽ പറഞ്ഞിരുന്നതാണത്രേ. ഉറപ്പില്ല, അദ്ദേഹം പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. എനിക്കെതിരെ മത്സരിക്കാൻ ആരുമില്ലെങ്കിൽ ഞാൻ ഇരിക്കാം, ഒരു ടൈം കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞിരുന്നു. ജനറൽ ബോഡിയിൽ സിദ്ദിഖ് വന്നാൽ, ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖ് വന്നാൽ എതിർക്കാൻ ആരൊക്കെയോ കോപ്പ് കൂട്ടിയിരുന്നു എന്നും പറയുന്നു. പക്ഷേ സിദ്ദിഖ് വന്നില്ല. കൂടുതൽ വനിതകളെ നേതൃത്വത്തിൽ കൊണ്ടുവരണമെന്നും ജനറൽ സെക്രട്ടറി ഒരു വനിതയായാൽ നന്നാവുമെന്നുമൊക്കെ ജനറൽ ബോഡിയിൽ പലരും പറഞ്ഞു. അമ്മയുടെ തലവൻ എന്ന സ്ഥാനത്തിരിക്കുമ്പോൾ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ തന്നെ ഒറ്റപ്പെടുത്താൻ ശ്രമം നടന്നു എന്നാണ് ഇനി ചെയർമാനാകാനില്ല എന്ന കടുത്ത തീരുമാനത്തിലേക്ക് ലാൽ പോകാൻ കാരണമെന്ന് പറയുന്നു. 500 അംഗങ്ങളിൽ 320 പേർ ജനറൽ ബോഡിയിൽ പങ്കെടുത്തു എന്നതും അമ്മയുടെ വിജയം തന്നെയാണ്. ഈ മഴക്കാലത്ത് 320 പേര് പങ്കെടുത്തു. ഒരു കാര്യം തുറന്നു പറയാം, അമ്മയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞ് ഒരിടത്തേക്ക് മമ്മൂട്ടിയോ മോഹൻലാലോ സുരേഷ് ഗോപിയോ കയറിപ്പോയാൽ കിട്ടുന്ന ബഹുമാനം ഏതെങ്കിലും കഞ്ചാവിനെയോ പെണ്ണുപിടിയനെയോ തട്ടിപ്പുകാരനെയോ ആക്കിയാൽ കിട്ടില്ല എന്നുള്ള കാര്യം മോഹൻലാലെങ്കിലും ഓർക്കുന്നത് നല്ലതാണെന്ന് ഞാൻ പറയും. ഇപ്പം അമ്മയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞ് പിണറായി വിജയനെ കാണാൻ മോഹൻലാൽ ചെല്ലുന്നു, മമ്മൂട്ടി ചെല്ലുന്നു, സുരേഷ് ഗോപി ചെല്ലുന്നു എന്ന് പറയുമ്പോൾ അതിന് തീർച്ചയായിട്ടും അതിനൊരു വിലയുണ്ട്. അതിന് എത്ര പേരില്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ അവരുടെയൊക്കെ ആരാധകനാണെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ജനാധിപത്യ രാജ്യമാണ്, ഇവിടെ ആർക്കും എവിടെയും ഇരിക്കാമെന്നൊക്കെ വച്ച് കാച്ചാം. അത് കേൾക്കാൻ നല്ല സുഖം കിട്ടും, യാഥാർത്ഥ്യം മറിച്ചാണെന്ന് മാത്രം. ഒരു സംഘടന ഉണ്ടാക്കാനും അത് നടത്തിക്കൊണ്ട് പോകാനും വലിയ പാടാണ്. ഞാൻ കുറേ കാലം മാറ്റിയിലും കുറേ കാലം ഫെഫ്കയിലും തുടക്കകാലത്ത് പ്രവർത്തിച്ചുകൊണ്ട് എനിക്കതറിയാം. ഒരു സംഘടന എങ്ങനെ കൊണ്ടുപോകാൻ എന്തെല്ലാം കഷ്ടപ്പാടുകൾ അനുഭവിക്കണമെന്ന്. തകർക്കാനാണെങ്കിൽ ഭയങ്കര എളുപ്പമാണ്. ഒരു വിവാദം ഉണ്ടായാൽ മതിയല്ലോ ഒരു സംഘടനയെ തകർക്കാൻ. കെട്ടിപ്പൊക്കാനാണ് പ്രയാസം, പൊളിച്ചെടുക്കാൻ ഒരു പ്രയാസവും ഉണ്ടാവില്ല എന്ന് ഏറ്റവും ചുരുങ്ങിയത് മോഹൻലാലെങ്കിലും ഓർക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കുറേ പേർക്ക് കൈനീട്ടമെന്ന് പറഞ്ഞാൽ 5000 രൂപ കൊടുക്കുന്നതല്ലേ, അതൊന്നും നശിപ്പിക്കരുത്. കാരണം അർഹരായവർ അതിനുവേണ്ടി കാത്തിരിക്കുന്നു. അങ്ങനെയുള്ളവരെ പ്രതീക്ഷ തെറ്റിക്കാൻ ഈ സംഘടനയെ തുലയ്ക്കരുത്. എന്തൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലും മോഹൻലാൽ അതൊക്കെ കൺട്രോൾ ചെയ്ത് വിവരം കിട്ടന്മാർ പറയട്ടെ, പക്ഷേ ഞാനിരിക്കാം ഒരു ടൈം കൂടി എന്ന് തീരുമാനിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായതുകൊണ്ട് അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റില്ല. ഗണേശൻ കേരളത്തിലെ ഗതാഗത വകുപ്പ് മന്ത്രിയായതുകൊണ്ട് ഇരിക്കാൻ പറ്റില്ല. മമ്മൂക്ക അനാരോഗ്യകരമായ അവസ്ഥയിലായതുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളെപ്പോലുള്ളവർ കൈയൊഴിഞ്ഞാൽ നാഥനില്ലാത്ത ഒരു സ്ഥാപനമായി മാറും. ഞാനില്ലേ എന്നൊക്കെ പലരും ചോദിക്കും. ഞാനൊക്കെ ഇരുന്നാൽ അത്രേ ഉണ്ടാവുള്ളൂ എന്ന് അവർക്കറിയില്ല, അതാണ് പ്രശ്നം. അടുത്തത് രസകരമായ ഒരു കാര്യമാണ്. ചുരുളി എന്ന് പറഞ്ഞ പടത്തെക്കുറിച്ച് ഇപ്പോൾ ഉണ്ടാകുന്ന വിവാദം നിങ്ങളെ കണ്ടിരിക്കും. പശുവും ചത്തു മോരിലെ പുളിയും തീർന്നു എന്ന് പറഞ്ഞ കണക്ക് 2021 4 വർഷം മുമ്പാണ് OTTയിൽ ചുരുളി എത്തിയത്. കണ്ടവർക്കെല്ലാം വയറ് നിറഞ്ഞു കാണും. കാരണം മുട്ടൻ തെറിയാണല്ലോ പടം മുഴുവൻ. ഇപ്പോഴെന്തിനു വിവാദമാകുന്നത് എന്ന് നിങ്ങൾക്കും മനസ്സിലാവുന്നില്ലായിരിക്കാം, എനിക്കും മനസ്സിലാവുന്നില്ല. ചുരുളിയുടെ കുറച്ച് ക്ലിപ്പിങ്സ് ആരൊക്കെയോ എനിക്ക് അയച്ചു തന്നപ്പോൾ അത് കണ്ടപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു. എത്ര മഹത്തരമായ സൃഷ്ടിയായാലും കൊച്ചു പുസ്തകം വായിക്കുന്നത് പോലെ രഹസ്യമായി ഇയർഫോൺ വെച്ച് കാണേണ്ട ഈ പടം കാണണ്ട എന്നങ്ങ് തീരുമാനം. ഞാൻ കണ്ടിട്ടില്ല. ആ ക്ലിപ്പിങ്സ് മാത്രം കണ്ടപ്പോൾ തന്നെ വയറ് നിറഞ്ഞു. നിത്യജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം ചെയ്യും, എന്തെല്ലാം കാണും, അതൊക്കെ അതുപോലെ പകർത്തി വയ്ക്കാൻ ഉള്ളതല്ലല്ലോ സിനിമ എന്നാണ് എൻ്റെ വിശ്വാസം. വാ തുറന്നാൽ മുട്ടൻ തെറി മാത്രം പറയുന്ന കഥാപാത്രങ്ങളെ വച്ചൊരു സിനിമ. നന്നായി തെറി പറയാൻ അറിയാം എന്ന് സംവിധായകൻ ഉറപ്പിച്ച നടീനടന്മാരുടെ വായിൽ നിന്നും വരുന്ന തെറിവിളി കേൾക്കാൻ പ്രേക്ഷകർ OTTയിൽ കയറി. ചുരുളി നന്നായി കണ്ടു, നല്ല കളക്ഷനായി OTTയിൽ ചുരുളി. ഷക്കീലയുടെ പടം വീട്ടിൽ ഒന്നിച്ചിരുന്ന് കാണാമെങ്കിൽ, 1000 എപ്പിസോഡ് കഴിഞ്ഞു പോകുന്ന പരമ്പരകൾ കുടുംബസമേതം വീട്ടിലിരുന്ന് കാണാമെങ്കിൽ, ചാമക്കാലന്മാർ പങ്കെടുക്കുന്ന രാത്രിയുള്ള ന്യൂസ് അവറുകൾ കാണാമെങ്കിൽ, ചുരുളി കണ്ടാൽ എന്താ കുഴപ്പം എന്നാണ് പലരും വിചാരിക്കുന്നത്. കണ്ടോ എന്നല്ലാതെ എന്ത് പറയാൻ പറ്റും? കാണ്, മക്കളെയൊക്കെ വിളിച്ചിരുത്തി കാണ്, എങ്ങനെയാണ് തെറി വിളിക്കേണ്ടതെന്ന് പഠിക്കട്ടെ. ചുരുളി ഇറങ്ങി 4 വർഷമായപ്പോൾ വിചിത്രമായ ഒരു വിവാദവുമായിട്ടാണ് അതിൽ എല്ലാവരും തള്ളക്കി വിളിച്ച ക്യാരക്ടർ ചെയ്ത ജോജു ഇറങ്ങിയിരിക്കുന്നത്. ഫിലിം ഫെസ്റ്റിവലുകളിലേക്ക് അയക്കുന്ന
കോപ്പികളിൽ മാത്രമായി കുറച്ച് പേർക്കല്ലേ ഫിലിം ഫെസ്റ്റിവലിൽ കാണാൻ പറ്റൂ. അതിൽ മാത്രമേ ജോജു വിളിക്കുന്ന തള്ളയ്ക്ക് വിളി ഉണ്ടാവുകയുള്ളൂ എന്ന് ജോജുവിന് ഉറപ്പ് കൊടുത്തിരുന്നു എന്നാണ് പറയണത്. OTT-യിൽ വരുമ്പോൾ ജോജു പറയുന്നതെല്ലാം ദൈവവചനങ്ങൾ മാത്രമായിരിക്കും എന്ന് പറഞ്ഞ് ചിത്രീകരിച്ചു എന്നാണ് ജോജു പറയുന്നത്. ഗോവൻ ഫിലിം ഫെസ്റ്റിവലിലോ കാനിലോ അയക്കുന്നതിൽ മുട്ടം തെറി വിളിച്ചാൽ എന്താ കുഴപ്പമെന്ന് ജോജുവിനും തോന്നി. കാരണം തെറി വിളിക്കാൻ അറിയാം നന്നായിട്ട് ജോജുവിന്. അതാ സൽകുമാർ ശശിധരനെയൊക്കെ വിളിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ നടത്തിയ ധർണയുടെ മുന്നിൽ നിന്ന് ആളാവുമ്പോൾ നമുക്കറിയാമല്ലോ ജോജുവിന് തെറി വിളിക്കാൻ അറിയാമെന്ന്. തെറി ഡയലോഗ് സബ് ടൈറ്റിലാക്കുമ്പോൾ മൈ ഡിയർ ബോയ് എന്ന് എഴുതിയാൽ കാണുന്ന സായിപ്പ് ലിജോ ജോസ് പല്ലിശ്ശേരിയെ കെട്ടിപ്പിടിക്കല്ലേ ഉള്ളൂ. ഇവിടെ തെറി കാണിച്ചാൽ അവിടെ ഫെസ്റ്റിവലിന് പോകുമ്പോൾ അങ്ങനെ ആക്കാനായിരിക്കണം. തെറി മാറ്റി മാന്യമായ ഡയലോഗ് ആക്കിക്കളഞ്ഞു. OTT-യിൽ കാണിക്കുന്ന പ്രിൻ്റുകളിൽ തെറി വിളിച്ചിടത്തെല്ലാം എടാ പൊന്നു മോനെ എന്നോ മറ്റോ ഡബ് ചെയ്താൽ കാര്യം ഓക്കെയാണ്. ഇതായിരിക്കും നമ്മുടെ ജോജു വിശ്വസിച്ചത്. ലിജോ ജോസ് ചെയ്ത പണി എന്താണെന്ന് ചോദിച്ചാൽ തിരിച്ചാക്കി. OTT-യിൽ ജോജുവിൻ്റെ പുളിച്ച തെറിയെ കയറ്റിവിട്ടു. ഫെസ്റ്റിവലിൽ പൊന്നുമോനെ എന്നുള്ളതും കയറ്റിവിട്ടു എന്നുള്ളതാണ് ഇപ്പോൾ ജോജു പറയുന്ന പരാതി. ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജോജുവിൻ്റെ മോള് സ്കൂളിൽ ചെല്ലുമ്പോൾ അപ്പം ക്യാമറയ്ക്ക് മുമ്പിൽ അർമാദിക്കുന്ന മുട്ടം തെറികളുടെ ക്ലിപ്പിങ്സുകൾ കൂട്ടുകാരികൾ കാണിച്ചു കൊടുത്ത് നിർവൃതി കൊള്ളുകയാണ് അത്രേ എന്നാണ് ജോജുവിൻ്റെ പരാതി. നിൻ്റെ അപ്പം വിളിക്കുന്ന തെറിവക്കടി എന്ന് കാണിച്ചു കൊടുക്കുമെന്നാണ് ജോജു പറയുന്നത്. സ്കൂളുകളിൽ ഫോൺ കൊണ്ടുവരാനും കാണാൻ പാടില്ലാത്തത് കാണാനും സ്വാതന്ത്ര്യമുള്ള സ്കൂളിലാണോ ജോജുവിൻ്റെ മകൾ പഠിക്കുന്നതെന്ന് ചോദിക്കരുത്. കഥയിൽ ചോദ്യമില്ല. ജോജു പറഞ്ഞാൽ പിന്നെ നമ്മൾ ചോദിക്കരുത്. ഒപ്പം പിച്ച കാശേ ഈ തെറിവലിക്ക് ലിജോ തന്നുള്ളൂ എന്നുകൂടി ഇപ്പോൾ 4 വർഷത്തിന് ശേഷം ജോജു പരാതി പറയുന്നു. ഇത്രയും തെറി എന്നെ കൊണ്ട് മുട്ടം തെറി വിളിപ്പിച്ചിട്ട് പിച്ച കാശേ തന്നുള്ളൂ എന്നാണ് ജോജു പറയുന്നത്. ഒരു കാര്യം ജോർജ് ഓർക്കേണ്ടത്, ചുരുളി ചെയ്യുമ്പോൾ ജോജു സംവിധായകനോ ഇന്നത്തെ നിലയിൽ വളരുകയോ ചെയ്തിട്ടില്ല. ജോജുവിൻ്റെ ഇരട്ട കണ്ടിട്ടാണ് തഗ് ലൈഫിലേക്ക് വിളിച്ചത് എന്ന് കമൽഹാസൻ പറഞ്ഞെങ്കിലും കക്ഷി ചുരുളിയും കണ്ടിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അതൊന്നും പോരാ എന്ന് ഇപ്പോൾ ജോജുവിൻ്റെ പക്ഷം. OTT-യിലൂടെ ഒരുപാട് പണം ചുരുളി വാരിക്കൂട്ടി. അതിൻ്റെ റേഷ്യോയിൽ തനിക്കൊന്നും തന്നില്ല എന്നാണ് ജോജുവിൻ്റെ പരാതി. ഒരു കാര്യം ഇനിയെങ്കിലും ജോജുമാർ മനസ്സിലാക്കണം. ജോൺ അബ്രഹാം ഒഴികെ ഇവിടെ ആരും ലാഭിച്ചു കൂടാതെ സിനിമ എടുക്കുന്നില്ല. കച്ചവട സിനിമ സംവിധാനം ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു തുക മുൻകൂട്ടി പറഞ്ഞ് നിർമ്മാതാവിൻ്റെ ഇത് വാങ്ങിച്ചിട്ട് പോവുകയും സംവിധാനം ചെയ്യും. പക്ഷേ ലിജോ ജോസ് പല്ലിശ്ശേരി അടക്കമുള്ളവർ അങ്ങനെ അല്ല എന്നുള്ള സത്യം ജോജു മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ബുജികൾ തട്ടിക്കൂട്ടിയെടുക്കുന്ന സിനിമയിൽ വ്യക്തമായ എഗ്രിമെൻ്റ് വയ്ക്കും. ഞാൻ കൊല്ലത്ത് കിട്ടുന്ന A ക്ലാസ് അണ്ടിപ്പരിപ്പൊക്കെ കൊടുത്ത് വിദേശ സിനിമാ നിരൂപകന്മാരെയും സെലക്ടർമാരെയും വീഴ്ത്തി ഇവിടെ 1 കോടിക്ക് താഴെ ചിലവിട്ടെടുക്കുന്ന സാധനം 10 കോടിക്ക് വിറ്റെടുക്കും. അത് എൻ്റെ മിടുക്ക്, എൻ്റെ ഭാഗ്യം എന്നാണ് ഈ അവാർഡ് സിനിമാക്കാരുടെ പക്ഷം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ ഒറ്റ പൈസ മറ്റാർക്കും തരില്ല എന്നും അവർ പറയും. അതിന് ജോജുമാർ മാതൃകയാക്കേണ്ടത് തിലകൻ ചേട്ടനെയാണെന്ന് ഞാൻ പറയും. അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഒരു സിനിമയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സ്വപ്നം കാണുന്ന ഒരു കാര്യമാണല്ലോ. അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഒരു സിനിമയിൽ തിലകൻ അഭിനയിച്ചു. അടൂരിനെ പോലുള്ളവർ ഒരു അഭിനേതാവിനോടും ഇത്ര പ്രതിഫലം തരാം എന്ന് പറയില്ല. ടെക്നീഷ്യന്മാരോട് ഒരക്ഷരം മിണ്ടില്ല. ചെന്ന് ജോലി ചെയ്തിട്ട് പൊയ്ക്കൊള്ളണം. എനിക്ക് പൈസ കിട്ടുമ്പോൾ എനിക്ക് തോന്നുന്ന തുക ഞാൻ തരും. അതാണ് ഒരു അടൂർ സ്റ്റൈൽ. എങ്ങനെയും ഇവരുടെ പടത്തിലൊന്ന് കയറി പറ്റിയാൽ മതി എന്ന് വിശ്വസിക്കുന്നവരാണല്ലോ നമ്മൾ മലയാളികൾ. പടം കഴിഞ്ഞു, ഡബ് ചെയ്തു, തിലകൻ മറ്റ് സിനിമകൾക്കായി പോയി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അഭിനയിച്ചതിൻ്റെ പ്രതിഫലം ചെക്കായിട്ട് തിലകനെ തേടി വന്നു. പൊട്ടിച്ചു നോക്കിയപ്പോൾ തിലകൻ ഞെട്ടി. ഒരു പിച്ചക്കാശ്. ഞാൻ അതിനെ എന്ത് പറയാം അല്ലേ. മേലാൽ ഇനി താങ്കളുടെ സിനിമയിലേക്കായി എന്നെ വിളിക്കരുതെന്ന് ഒരു റിമൈൻഡ് ലെറ്ററും വെച്ച് ഈ ചെക്ക് തിലകൻ തിരിച്ച് അടൂർ ഗോപാലകൃഷ്ണൻ അയച്ചു കൊടുത്തു. മേലാൽ വിളിക്കരുത്, നിങ്ങളുടെ ഉദാത്തമായ സിനിമയിലൊന്നും ഇനി എന്നെ വിളിക്കരുത് എന്ന് പറഞ്ഞ് മാന്യനായതുകൊണ്ട് ഒരു കത്തും വെച്ച് ആ ചെക്ക് തിരിച്ചയച്ചു കൊടുത്തു. അടൂർ ഗോപാലകൃഷ്ണൻ അത് സ്വീകരിച്ചു. എനിക്ക് തോന്നുന്നത് ഒരു സിനിമയിൽ നിന്ന് ജോഷി സാറിനോ പ്രിയദർശനോ കിട്ടുന്ന പ്രതിഫലത്തിൻ്റെ 10 ഇരട്ടിയൊന്നുമല്ല ബുജി സിനിമാക്കാർ ഉണ്ടാക്കുന്നത് എന്നാണ്. ജോജുവിന് ഇതറിയാമായിരിക്കും. കാരണം
സനൽകുമാർ ശശിധരനെ വെച്ച് ജോജു ഒരു സിനിമ പിടിച്ച് നായകനായല്ലോ, ചോല എന്ന് പറഞ്ഞ സിനിമ. ഇതുവരെ തിയേറ്ററിൽ പോലും വന്നില്ല. എത്ര ലക്ഷം ജോജുവിന് പോയി, എത്ര ലക്ഷം സനൽകുമാറിന് കിട്ടി എന്ന് മാത്രം ജോജു ആലോചിച്ചാൽ മതി. ഇങ്ങനെ കണ്ടാൽ മതി ഇപ്പോൾ ലിജോ ജോസുമായിട്ടുള്ള കടിപിടി തീരാൻ. അങ്ങനെ ആലോചിച്ചാൽ മതി. സനൽകുമാർ ശശിധരൻ എന്നോട് കാണിച്ചതുപോലെ തന്നെയാണ് ഈ ബുജി സംവിധായകരെല്ലാം കാണിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ലിജോയെ വെറുതെ വഴക്കിടണ്ട എന്ന് വിചാരിച്ച പ്രശ്നം തീരും. 3 ദിവസത്തെ അതിഥിയായി വന്ന് മുട്ടൻ തെറി വിളിച്ചിട്ട് പോകാൻ 5,90,000 രൂപ ജോജുവിന് കൊടുത്തു എന്നാണ് തെളിവ് സഹിതം, വൗച്ചർ സഹിതം ഇപ്പോൾ ജിജോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു തുണ്ട് കടലാസ് മാത്രം പുറത്തുവിട്ട ആളാകാതെ എഗ്രിമെൻ്റ് പുറത്തുവിടുക എന്നാണ് ജോജുവിന് അതിന് കൊടുത്ത മറുപടി. നിങ്ങൾ വൗച്ചർ മാത്രം കാണിച്ചാൽ പോരാ, നിങ്ങൾ എഗ്രിമെൻ്റ് വെച്ചപ്പോൾ എനിക്ക് എത്ര രൂപ തരാമായിരുന്നു എന്നൊക്കെ ഉണ്ടാവുമല്ലോ. ആ എഗ്രിമെൻ്റ് പുറത്തുവിടുമെന്ന് ഇപ്പോൾ ജോജു പറയുന്നു. തെറി വിളിക്കാനൊന്നും ആരും എഗ്രിമെൻ്റ് വയ്ക്കില്ല എന്ന് ഞങ്ങൾ പ്രേക്ഷകർക്കറിയാം, ജോജുവിന് അറിയില്ലെങ്കിലും. പറ്റിയത് പറ്റി. ഇനിയും അതിനെയൊക്കെ എടുത്തിട്ട് അലക്കാതിരിക്കുന്നതാകും നല്ലത്. ഒരു വേഷം ചെയ്യാനായി വിളിക്കുമ്പോൾ, പ്രത്യേകിച്ച് ബുജികൾ വിളിക്കുമ്പോൾ 100 വട്ടം ആലോചിച്ചിട്ട് കൈ കൊടുക്കണം എന്നാണ് എനിക്ക് നമ്മുടെ ജോജുവിനോട് പറയാനുള്ളത്. ഒരു ഉദാഹരണം വേണമെങ്കിൽ പറയാം. നാരദനായിട്ടും അയ്യപ്പനായിട്ടും ധർമ്മശാസ്താവായിട്ടും ഒക്കെ അഭിനയിച്ച മണിമുഴക്കം എന്ന് പറഞ്ഞ പി എ ബക്കറിൻ്റെ പടത്തിലെ നായകനായ ഹരിച്ചേട്ടനെ എന്ന് പറയാം. ഹരിച്ചേട്ടനെ ജോജുവിന് അറിയാമോ എന്നെനിക്കറിയില്ല. മെർലാൻഡ് സ്റ്റുഡിയോയുമായിട്ട് ഹരിച്ചേട്ടന് തീർത്താൽ തീരാത്ത കടപ്പാടുള്ളവനാണ്. കാരണം ഹരിയെയും ജ്യേഷ്ഠനെയും ഒക്കെ മെർലാൻഡ് വളർത്തിയെടുത്ത നടന്മാരാണ്. പി സുബ്രഹ്മണ്യം മരിച്ച ശേഷം, മെർലാൻഡിൻ്റെ ഉടമ പി സുബ്രഹ്മണ്യം മുതലാളി മരിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ സിനിമാ പാരമ്പര്യം മൂത്ത മകൻ എസ് കുമാർ എന്ന് പറയുന്ന സുബ്രഹ്മണ്യം കുമാർ ഏറ്റെടുത്തു. ഒപ്പം അദ്ദേഹം ശാസ്ത ഫിലിസിറ്റി എന്ന നിർമ്മാണ കമ്പനിയും സ്റ്റുഡിയോയും ഒക്കെ തുടങ്ങി. എസ് കുമാർ ഒരു സിനിമ എടുത്തു. KSFDC ചെയർമാനൊക്കെ ആയിരുന്ന ആദ്യകാല രാമു കരോട്ടായിട്ട് ചേർന്ന് തിരമാല എന്ന് പറഞ്ഞ് സിനിമ സംവിധാനം ചെയ്ത PRS പിള്ളയായിരുന്നു സംവിധായകനായി ശാസ്ത ഫിലിസിറ്റിയിലെത്തിയത്. ക്യാൻസറും ലൈംഗിക രോഗങ്ങളും എന്നായിരുന്നു പടത്തിൻ്റെ ടൈറ്റിൽ. നമ്മുടെ വേണു നാഗവള്ളിയുടെ അച്ഛൻ നാഗവള്ളി RS കുറുപ്പായിരുന്നു സ്ക്രിപ്റ്റ്. ഇതിലൊരു വേഷം ഹരിക്ക് കൊടുത്തു. ലൈംഗിക രോഗം പിടിപെട്ട ഒരു കഥാപാത്രം. അന്ന് എയ്ഡ്സ് എന്ന A ക്ലാസ് ലൈംഗിക രോഗം ഇവിടെ വന്നിട്ടില്ല. അന്ന് പ്രശസ്തമായിരുന്നത് ഗുണേറിയ സിഫിലീസ് എന്നൊക്കെ പറഞ്ഞ അസുഖങ്ങളായിരുന്നു. ഹരിക്ക് കുറച്ച് സീനൊക്കെ ഉണ്ട്. അതിൽ ഒരു സീൻ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ടോയ്ലറ്റിൽ പോയിട്ട് ഹരി മൂത്രമൊഴിക്കാനായി നിൽക്കുന്നതാണ്. മൂത്രം പോകാത്ത ഭാവത്തിലുള്ള ക്ലോസപ്പൊക്കെ പകർത്തി. പടം തിയേറ്ററിൽ വന്നപ്പോൾ ഹരിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. മൂത്രമൊഴിക്കാൻ പോകുന്നതും നിൽക്കുന്നതും ഒഴിക്കാൻ പറ്റാതെ നിൽക്കുന്ന ക്ലോസപ്പും ഒക്കെ ഇട്ടിട്ട് മാരകമായ ലൈംഗിക രോഗമെന്ന ആരുടെയോ ലിംഗത്തിൻ്റെ ഒരു ക്ലോസപ്പ് അവിടെ വെട്ടിച്ചേർത്തിട്ടു. അഴുകി പഴുത്തിരിക്കുന്ന ചീഞ്ഞൊലിക്കുന്ന ഒരു ലിംഗത്തിൻ്റെ ക്ലോസപ്പ് എടുത്തിട്ട് അവിടെ ഇൻസെർട്ട് ചെയ്ത് കൊടുത്തു. ഇന്നത്തെ കാലമല്ലല്ലോ, 1981 ഈ ചൊറു പിടിച്ച പുഴുത്ത ലിംഗം ഹരിയുടേതാണെന്ന് പ്രേക്ഷകർ കരുതി. 81 ഈ പടം ഇറങ്ങുന്നല്ലേ, ഈ ക്യാൻസറും ലൈംഗിക രോഗങ്ങൾ. അപ്പോൾ പടം കണ്ടവരൊക്കെ വിചാരിച്ചു ഇത് ഹരിയുടെ ആണെന്ന്. എവിടെ പോയാലും പരിഹാസം, ഒരു ആക്കിയുള്ള ചിരി. ഈ ഒരു പടത്തോടെ പാവം ഹരിച്ചേട്ടൻ എന്ന നടൻ്റെ മാർക്കറ്റ് പോയി. അദ്ദേഹം ഡബ്ബിങ് ആർട്ടിസ്റ്റായി മദ്രാസിൽ ഒതുങ്ങിപ്പോയി. ഇപ്പം തിരുവനന്തപുരത്ത് പാപ്പനംകോട്ട് താമസമുണ്ട്. ലിജോ ഇതൊന്നും ജോജുവിനോട് കാണിച്ചില്ലല്ലോ എന്നാണ് എനിക്ക് പറയാനുള്ളത്. വിട്ടുകള ജോജു. കോടികൾ കളഞ്ഞ സനൽകുമാറിനോട് സമരസപ്പെടാമെങ്കിൽ ജോജുവിനോടോ ആകാം എന്നാണ് എനിക്ക് ജോജുവിനോട് പറയാനുള്ളത്. അടുത്ത് പറയുന്ന കഥ, നമ്മുടെ ഒരു മലയാള സിനിമയിലെ ഏറ്റവും വലിയ ബുദ്ധിജീവി ഉണ്ടല്ലോ, ജോയ് മാത്യു. അദ്ദേഹത്തിൻ്റെ ഗുഡ് ബുക്കിൽ ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എന്നെപ്പറ്റി എന്തെങ്കിലും പറയാൻ ഈ തൂർത്തോപ്പിക്കുക എന്ന് പറയും പോലെ, അവൻ പള്ളിക്കുടത്തിൽ പോയിട്ടില്ല എന്ന് പറയും. പേര് പറയില്ല എൻ്റെ. അവൻ പള്ളിക്കുടത്തിൽ പോയിട്ടില്ല എന്ന് പറയും. ഞാൻ പള്ളിക്കുടത്തിൽ പോയിട്ടില്ല എൻ്റെ പൊന്ന് ജോയ് മാത്യു. നിങ്ങൾ കലാശാലകളിലൊക്കെ ഡോക്ടറേറ്റൊക്കെ എടുക്കേണ്ടതാണ്, നടന്നില്ല, പോട്ടെ. ജോൺ അബ്രഹാമിൻ്റെ അമ്മ അറിയാനെന്ന് പറഞ്ഞ പടത്തിലെ നായകനാണല്ലോ ഇയാൾ, നമ്മുടെ ജോയ് മാത്യു. കൂടാതെ അദ്ദേഹം കറകളഞ്ഞ നെക്സൽ ബാരിയാണ്, കടുത്ത ചോപ്പനാണ്. പുസ്തകശാലയുടെ മുതലാളിയായിരുന്നു കുറേ കാലം, ബോധി ബുക്സിൻ്റെ.
പിന്നെ എഴുത്തുകാരനാണ്, സംവിധായകനാണ്, നടനാണ്, സകലകല വല്ലഭനാണ്. അദ്ദേഹത്തിൻ്റെ പൂനാരങ്ങ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ എത്ര തവണ ആ പുസ്തകം വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അത് വായിക്കുമ്പോഴേക്കും എനിക്ക് ഇദ്ദേഹത്തെ ഭയങ്കര ബഹുമാനമായിരുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഷട്ടർ സിനിമ എത്ര തവണ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നല്ല സിനിമയാണ്. പ്രത്യേകിച്ച് ലാൽ അഭിനയിച്ച പടമല്ലേ, സജിതാ മഠത്തിലും ലാലും നന്നായി ചെയ്ത സിനിമയാണ് ഷട്ടർ. കുറച്ച് പേരും പ്രശസ്തിയായാൽ കേരളത്തിൽ അറ്റൻഷൻ കിട്ടണമെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയെ സദാ പുച്ഛിക്കണം, എങ്കിലേ ഒരു വില കിട്ടുള്ളൂ. പിണറായിയെ കഴിയുമെങ്കിൽ ഒരു 4 തെറിയും പറയണം. അത് ഈ അഡ്വക്കേറ്റ് ജയശങ്കർ അടക്കം, എനിക്ക് ബഹുമാനം ഉണ്ടായിരുന്ന ജയശങ്കർ അടക്കം പലർക്കുമുള്ള അസുഖം ഇതാണ്. അതിൽ ജയശങ്കർ മാത്രം തുറന്നു പറഞ്ഞു, CPM-നെയോ പിണറായിയോ തെറി വിളിച്ചാൽ മാത്രമേ കാണാൻ ആളെ കിട്ടുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അവരെ മാത്രം പറയുന്നത് എന്ന് ജയശങ്കർ തുറന്നു പറഞ്ഞു. പക്ഷേ ബുദ്ധിജീവി കമ്മ്യൂണിസം കണ്ടുപിടിച്ച ജോയ് മാത്യു അങ്ങനെ അത് തുറന്ന് പറയില്ല. ചിലർക്ക് മാത്രമുള്ള അസുഖമാണ്, അതിൽ കലശലായ അസുഖമുള്ള ആളാണ് ജോയ് മാത്യു. സിനിമയിൽ ഇപ്പോൾ നല്ല തന്തന്മാരാവാനും മിടുക്കൻ വില്ലന്മാരൊക്കെ ആകാൻ ഉള്ളവരൊക്കെ കാലയവനിക്കുള്ളിൽ മറഞ്ഞു പോയതിനാൽ കുറച്ച് വേഷങ്ങൾ ജോയ് മാത്യുവിന് കെട്ടിയിടാറായി. പറയുന്ന സംഭാഷണം ഡബ് ചെയ്ത് കഴിയുമ്പോൾ ജോയ് മാത്യുവിന് പോലും മനസ്സിലാകില്ല എങ്കിലും ആ ഉണ്ട കണ്ണുകളും രൂപവും കൊണ്ട് പിടിച്ചു നിൽക്കാം, കാരണം എതിരാളികളില്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് വിരോധം ആർക്കുമാകാം, ജോയ് മാത്യുവിനും ആകാം. ഒരു കയ്യിൽ പൊതിച്ചോറും മറ്റേ കയ്യിൽ കടാരമയി നടക്കുന്ന DYFകാരൻ മാത്രം കണ്ടിട്ടുള്ള ജോയ് മാത്യു ഒരു ആക്സിഡൻറ്റിൽപ്പെട്ടു കുറച്ചു കാലം മുമ്പ്. അദ്ദേഹം പറയുന്ന DYFക്കാരെ പറയുന്നത് ഇങ്ങനെയാണ്, ഒരു കയ്യിൽ കടാരയും ഒരു കയ്യിൽ ഈ സൗജന്യമായി കൊടുക്കുന്ന ചോറിൻ്റെ പൊതിയും കൊണ്ട് നടക്കുന്നവന്മാരെന്നാണ് അദ്ദേഹം പറയുന്നത്. നാട്ടുകാർ രക്ഷപ്പെടുത്തി, ആക്സിഡൻറ്റ് നടന്നപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി ആശുപത്രിയിലാക്കി. സ്വബോധം വന്നപ്പോൾ ജോയ് മാത്യു പറഞ്ഞത് DYFകാരല്ല എന്നെ രക്ഷപ്പെടുത്തിയത് എന്നാണ്. DYFയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളും ജോയ് മാത്യുവിനെ രക്ഷപ്പെടുത്തിയത് തങ്ങളാണ് എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. എന്നാലും ജോയ് മാത്യു ഇങ്ങനെ പറയും, എന്നെ DYFക്കാരല്ല രക്ഷപ്പെടുത്തിയത് എന്ന് പറയും. അമ്മയിൽ തലപ്പത്തെ ഒരു പോസ്റ്റിലെത്താൻ വിപ്ലവ സിംഹമായി മത്സരിച്ച് തോറ്റപ്പോൾ അധികാരത്തിന് എത്ര ആർത്തി ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചാൽ ഇനിയും ഞാൻ തോക്കുമെന്ന് കണ്ടപ്പോൾ അദ്ദേഹം പതുക്കെ അവരുമായിട്ട് സമരസപ്പെട്ട് പാനലിൽ കയറുകയും മോഹൻലാലിൻ്റെ പാനലിലൂടെ അകത്ത് കയറി വിപ്ലവ സിംഹം. അമ്മയിൽ ഒരു ചലനത്തിനും അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ്. വായില കുന്നിലപ്പനെ പോലെ മീറ്റിങ്ങിന് പോകുമെന്നുള്ളതല്ലാതെ അദ്ദേഹം ഒന്നും പറഞ്ഞതായി ഞാൻ കേട്ടിട്ടില്ല. ഇപ്പോൾ വിപ്ലവ സിംഹം തെറി പറയുന്നത് നിലമ്പൂരിൽ സ്വരാജിന് പിന്തുണ നൽകിയ KR മീര അടക്കമുള്ള സച്ചിദാനന്ദൻ അടക്കമുള്ള എഴുത്തുകാർക്കെതിരെയാണ്. അന്യഗ്രഹ ജീവികളായ എഴുത്തുകാർക്ക് നിലമ്പൂരിൽ വോട്ടില്ലഞ്ഞിട്ടും അവിടെ വോട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയും അങ്ങനെ വോട്ടുണ്ടായിരുന്നെങ്കിൽ സ്വരാജിന് ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞതാണ് നമ്മുടെ ഈ ജോയ് മാത്യു എന്ന വിപ്ലവ സിംഹത്തിന് ദഹിക്കാതെ പോയിരിക്കുന്നത്. എഴുത്തുകാരായിരിക്കണം, മറ്റൊന്നിനും, പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ അതിൽ തന്നെ CPM-ന് വേണ്ടി സംസാരിക്കരുത് എന്നാണ് വിപ്ലവ സിംഹം പറയുന്നത്. അത് കൊടുക്കാൻ ഇവിടെ മാതൃഭൂമി പോലുള്ള വലിയ പത്രങ്ങളും ഉണ്ടല്ലോ. മാതൃഭൂമിയുടെ ഇഷ്ട നടനാണ് ജോയ് മാത്യു. അത് സ്റ്റാർ സ്റ്റൈലിലായാലും മാതൃഭൂമി പത്രത്തിലായാലും വേണ്ടാത്തടത്തും എല്ലാം. ഇപ്പം മാമുക്കോയ മരിച്ചപ്പം സുരേഷ് ഗോപിയും കൊണ്ട് ജോയ് മാത്യു ചെന്നാൽ അത് മാതൃഭൂമിക്ക് വലിയ വാർത്തയാണ്. ഇപ്പോൾ അടിയന്തരാവസ്ഥയുടെ 50 വർഷം കൊടുത്ത ആ ഇതിൽ ജോയ് മാത്യുവിൻ്റെ ഒരു വലിയ ആർട്ടിക്കിളായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്, നിലമ്പൂരിലെ ഇലക്ഷനെക്കുറിച്ച്. എന്നാൽ നിലമ്പൂരിൽ കൽപ്പറ്റ നാരായണൻ അടക്കം ആര്യാടൻ ഷൗക്കത്തിനായി വോട്ട് തേടി വന്നതിൽ വിപ്ലവ സിംഹത്തിന് ഒരു പ്രശ്നവുമില്ല. അതോ ഇനി കൽപ്പറ്റ നാരായണനെയൊക്കെ എഴുത്തുകാരനായിട്ട് അംഗീകരിക്കുന്നില്ല എന്ന് എനിക്കറിയില്ല. അത് കോൺഗ്രസ്സിന് വേണ്ടിയല്ലേ എന്നതാണ് കക്ഷി കരുതുന്നത്. സ്വരാജ് സാഹിത്യ അഭിരുചിയുള്ള ആളാണ് എന്ന് സിംഹം മാർക്കിടുന്നു. എഴുത്തും വായനയുള്ള ആളും തന്നെയാണ്. എല്ലാം നല്ല കാര്യം. പക്ഷേ അതിൻ്റെ പ്രയോജനം ആർക്കാണ് എന്നാണ് വിപ്ലവ സിംഹം ചോദിക്കുന്നത്. സ്വരാജ് വായിക്കും, സ്വരാജ് നന്നായിട്ട് സംസാരിക്കും, സ്വരാജ് നല്ല രാഷ്ട്രീയക്കാരനാണ്. പക്ഷേ അതിൻ്റെ ഗുണം ആർക്ക് എന്നാണ്, CPM-നാണല്ലോ എന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ആര്യാടൻ ഷൗക്കത്തിനായി ജോയ് മാത്യു പ്രചരണത്തിന് ചെന്നിരുന്നു. ഞാൻ ഒന്നൊന്നര ആളല്ലേ എന്നാകും വിപ്ലവ സിംഹം കരുതുന്നത്. എനിക്ക് പോകാം, മറ്റുള്ളവർക്ക് പോകാൻ പാടില്ല എന്നാണ് സിംഹം പറയുന്നത്.
കൽപ്പറ്റ നാരായണനെ പോലുള്ള എഴുത്തുകാർക്ക് പോവാം, ജോയി മാത്യുവിനെ പോലുള്ള എന്താ പറയുക സിനിമാക്കാരനും കോൺഗ്രസിന് വേണ്ടി വോട്ട് പിടിക്കാൻ പോകാം. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പോയാൽ നിനക്ക് അവിടെ വോട്ടില്ലല്ലോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അവിടെ പ്രസംഗിച്ച സാഹിത്യകാരന്മാരിൽ ആർക്കെങ്കിലും വോട്ടുണ്ടോ അവിടെ എന്നാണ് ജോയി മാത്യു ചോദിക്കുന്നത്. എന്നാൽ ഈ പറയുന്ന ജോയി മാത്യുവിന് അവിടെ വോട്ടുണ്ടോ? ഇല്ലല്ലോ. നിലമ്പൂരിൽ ജോയി മാത്യുവിന് വോട്ടില്ല. ഞാൻ വോട്ട് പിടിക്കും, പക്ഷേ വോട്ടില്ലാത്ത കെ.ആർ. മീരയും സച്ചിദാനന്ദനൊക്കെ അവിടെ എന്തിനു വന്നു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. കവി സച്ചിദാനന്ദൻ അടക്കമാണ് സ്വരാജിനായി വോട്ട് തേടി നിലമ്പൂരിൽ വന്നത്. സച്ചിദാനന്ദനെ വിപ്ലവ സമൂഹം ആക്ഷേപിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തതിൻ്റെ ഒരു കൗതുകം എന്താണെന്ന് ചോദിച്ചാൽ, ആ സച്ചിദാനന്ദൻ എഴുതിയ കവിതകൾ മലയാളത്തിലേക്ക് മൊഴി മാറ്റിയിരിക്കുന്നതും ജോയി മാത്യു ആണ്. എന്നിട്ട് ആ സച്ചിദാനന്ദനെയാണ് ആക്കുന്നത്. നിലമ്പൂരിൽ വോട്ട് തേടി വന്ന വിപ്ലവ സമൂഹത്തെ വി.ഡി. സതീശൻ ആശ്ലേഷിക്കുന്ന രംഗം നിങ്ങളൊന്ന് യൂട്യൂബിലടിച്ച് നോക്കൂ. ക്യാമറയിൽ കാണിക്കാൻ കഴിയാത്ത വികാരങ്ങളൊക്കെ ജോയി എടുത്തിട്ട് വിളമ്പിയവിടെ ആരും വിമർശിച്ചില്ല. കാരണം അത് അയാളുടെ സ്വാതന്ത്ര്യമല്ലെന്ന് വിചാരിച്ചു. പക്ഷേ ജോയി മാത്യു എല്ലാവരും വിമർശിക്കും. അതുപോലെ തന്നെ ആശാസമരം നടക്കുന്നല്ലോ സെക്രട്ടേറിയറ്റിന് മുന്നിൽ. അവിടെ വന്നും വിപ്ലവ സമൂഹം കേരള സർക്കാരിനെതിരെ വെടിപൊട്ടിച്ചു. അതൊരു കേന്ദ്ര പദ്ധതിയാണ് എന്നുള്ള ബോധം പോലും അദ്ദേഹത്തിനില്ല. ആശാ വർക്കേഴ്സ് എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലാണെന്നുള്ള ഒരു ബോധം പോലും അദ്ദേഹത്തിനില്ല. കേന്ദ്ര ഗവൺമെൻറ്റിനെ ഒരക്ഷരം മിണ്ടിയൊന്നുമില്ല. കാരണം സുരേഷ് ഗോപിയെ കൊണ്ട് നടക്കുന്ന ആളല്ലേ. അതിന് പകരം ആശാ വർക്കേഴ്സിൻ്റെ മുമ്പ് വന്ന് നിന്നിട്ട് സെക്രട്ടേറിയറ്റിലോട്ട് നോക്കി പിണറായി എന്ന ആല് തേറി. അതുപോലെ തന്നെ അദ്ദേഹം വായിച്ച ഈ അടുത്ത കാലത്ത് വായിച്ച പുസ്തകങ്ങളിൽ ഏറ്റവും നല്ല പുസ്തകം എന്ന് അദ്ദേഹം പറയുന്നത് സ്വപ്ന സുരേഷ്. ഇദ്ദേഹത്തിൻ്റെ ഒരു ലെവൽ നിങ്ങൾ ആലോചിച്ച് നോക്കും. സ്വപ്ന സുരേഷിൻ്റെ പുസ്തകം ഒറ്റ ഇരിപ്പിലിരുന്ന് വായിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. പണ്ട് സക്കറിയ പറഞ്ഞു, ബുദ്ധിജീവികളെ കൊണ്ട് എന്ത് പ്രയോജനമെന്ന്. ജോയി മാത്യു വാ തുറക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നുന്നത് അതാണ്. ബുദ്ധിജീവികളെ കൊണ്ട് ഒരു ചൂക്കിനും കൊള്ളൂല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് അവസരവാദിയായ ജോയി മാത്യു എന്ന് ഞാൻ പറയും. ഇനിയിപ്പോൾ എന്തായാലും അടുത്ത ഏതെങ്കിലും ഒരു യൂട്യൂബർ ചെന്ന് പറയും ഇങ്ങനെ ശാന്തിയുള്ള ദിനേശ് നിങ്ങളെപ്പറ്റി ഇങ്ങനെ പറയുമെന്ന് പറയുമ്പോൾ അയാൾ പള്ളിക്കൃതി പോയിട്ടുണ്ടോ, അയാൾക്ക് വിവരമുണ്ടോ, നാലാംകിട സിനിമാക്കാരനല്ലേ എന്നൊക്കെ പറഞ്ഞ് 4 പേർ പറയും. പറയട്ടെ. പക്ഷേ ജോയി മാത്യുവിൻ്റെ നിലപാട് ശരിയല്ല. ഊതുമ്പോൾ ഇങ്ങും ഉറിഞ്ചുമ്പോൾ അങ്ങ് നിൽക്കരുത്. ഒരു സ്റ്റാൻഡ് ഉണ്ടാവണം ജോയി മാത്യു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവസാനമായിട്ട് ഒരു കഥ കൂടെ പറയാം. സിനിമയ്ക്ക് ഭാഷയില്ല എന്ന വിശ്വാസക്കാരനാണ് കമൽഹാസൻ. സിനിമയ്ക്ക് ഭാഷയില്ല സത്യത്തിൽ. അത് ചാർലി ചാപ്ലിൻ തെളിയിച്ചാണല്ലോ. അഭിനയിച്ച ഭാഷകളിലൊക്കെ സ്വന്തം ശബ്ദത്തിൽ സംസാരിച്ച നടനുമാണ് കമൽഹാസൻ. മലയാളത്തിൽ ബാലതാരമായും നായകനായും സേതുമാധവൻ പരിചയപ്പെടുത്തിയ കമൽ തമിഴ്നാട്ടിൽ നായകനായിട്ടും തുടരെ പടം കിട്ടാതെ പോയപ്പോൾ മലയാളത്തിൽ നിരവധി സിനിമകളിൽ നായകനായ ആളാണ് കമൽ. കമൽഹാസൻ എന്ന ഷോമാനെ മലയാള സിനിമ നായകനായി ഉപയോഗിച്ചു. ഒരു അഭിനേതാവായി വേണ്ടുന്ന ഒരു വേഷവും മലയാള സിനിമയിൽ അദ്ദേഹത്തിന് നൽകിയില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. ഒരു നോട്ടബിൾ ആവുന്ന ഇപ്പോൾ നായകനെയൊക്കെ പോലുള്ള ഗുണ പോലുള്ള ഒരു സിനിമയിലൊന്നും മലയാളത്തിൽ കമൽഹാസന് അഭിനയിക്കേണ്ടി വന്നില്ല. കാരണം ആരും അങ്ങനെയുള്ള വേഷങ്ങൾ കൊടുത്തില്ല. ഒരു ഷോമാൻ അങ്ങനെ അദ്ദേഹത്തെ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇക്കഴിഞ്ഞ നവംബർ മാസം 7-ാം തീയതി 70 വയസ്സ് തികഞ്ഞ സകലകലാവല്ലഭനാണ് കമൽ. സിനിമാ ജീവിതം അവസാനിപ്പിച്ചാൽ അതൊന്നും അവസാനിപ്പിക്കില്ല. അവസാന ശ്വാസം വരെ അദ്ദേഹം ക്യാമറയുടെ മുന്നിലായിരിക്കും എന്നാണ്. ക്യാമറയുടെ മുന്നിലോ ക്യാമറയുടെ പിന്നിലോ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അദ്ദേഹം പറയുന്നത് സിനിമാ ജീവിതം അവസാനിപ്പിച്ചാൽ കേരളത്തിൽ ജീവിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് എന്നാണ്. തഗ് ലൈഫിൻ്റെ ദയനീയ പരാജയവും രാജ്യസഭയിലെ MP ആയതും കുറച്ച് കാലത്തേക്കെങ്കിലും അദ്ദേഹത്തിൻ്റെ സിനിമ കുറപ്പിക്കാനാണ്, അല്ലെങ്കിൽ സിനിമയിൽ ശ്രദ്ധിക്കുന്നത് കുറയാനാണ് സാധ്യത. ഒരു മലയാള സിനിമയിൽ കൂടിയെങ്കിലും അഭിനയിക്കണമെന്ന ആഗ്രഹം അടുത്തിടെ ഉലകനായകൻ പറഞ്ഞു. എന്തുകൊണ്ട് വിശ്രമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അടൂർ ഗോപാലകൃഷ്ണ സാറോ TV ചന്ദ്രൻ ചേട്ടനോ കമലിനെ നായകനാക്കി ഒരു സിനിമ ചിന്തിക്കുന്നില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവരുടെ ആരുടെയെങ്കിലും ഒരു സിനിമയിൽ വിളിച്ചാൽ 100% അദ്ദേഹം കണ്ണുടച്ചുകൊണ്ടെന്ന് അഭിനയിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രണ്ടുപേരെ ഏറെക്കുറെ നിശബ്ദരായിപ്പോയി. അതെനിക്ക് തോന്നുന്നു ഈ JC ഡാനിയൽ അവാർഡ് കിട്ടിയാലുള്ള കുഴപ്പമാണെന്ന് തോന്നുന്നു. ചന്ദ്രേട്ടനൊന്നും ഒന്നും മിണ്ടുന്നില്ല. ഇപ്പോൾ ബ്ലസ്സിയെ പോലെയോ ജയരാജിനെ പോലെയുള്ള ഒരു സംവിധായകൻ കമലിന് പറ്റിയ ഒരു വിഷയവുമായി ചെന്നാൽ കമൽ സഹകരിക്കാതിരിക്കില്ല. വേണമെങ്കിൽ ഞാനൊരു പുസ്തകം പറയാം. നമ്മുടെ വിലാസിനിയുടെ ഊഞ്ഞാൽ എന്ന് പറഞ്ഞ നോവലുമായി ചെന്ന് നോക്കൂ. ഉറപ്പായിട്ടും സിംഗപ്പൂരിൽ നിന്ന് വരുന്ന ഒരു ഉഗ്രം കഥാപാത്രമാണ്. മോഹൻലാലിനൊക്കെ മനോഹരമായി ചെയ്യാവുന്ന ക്യാരക്ടറാണ് ഊഞ്ഞാലിലെ നായകൻ. ഇങ്ങനെ ഊഞ്ഞാൽ, വിലാസിനിയുടെ ഊഞ്ഞാൽ ഞാൻ സിനിമയാക്കുകയാണ്, താങ്കൾ നായകനാവണമെന്ന് പറഞ്ഞ് ഈ ബ്ലസ്സിയോ
ജയരാജനെ പോലുള്ള ഒരാൾ ചെന്നാൽ തീർച്ചയായിട്ടും കമൽഹാസൻ കൈ കൊടുക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ പൃഥ്വിരാജിനും വേണമെങ്കിൽ ഒന്ന് മുട്ടാവുന്നതാണ്. വലിയ മാധ്യമ ശ്രദ്ധ നേടും എന്തായാലും കമലിൻ്റെ തിരിച്ചു വരവും. മലയാളത്തിലൊരു സിനിമ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഉറപ്പാണ് സൂപ്പർ ഹിറ്റാവും. ഗോകുലം ഗോപാലിനെ പോലുള്ള ആരെങ്കിലും അത് നിർമ്മിക്കാൻ തയ്യാറാവുകയും ചെയ്യും. പുതിയ തലമുറയൊക്കെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരുത്തി അഭിനന്ദിക്കുന്ന കലാകാരനാണ് കമൽ. തരുൺ മൂർത്തിയെ പോലെ ഒരു സംവിധായകനും കമലിന് പറ്റിയ ഒരു വേഷവുമായി സമീപിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആരായാലും വേണ്ടില്ല, അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം പറയാൻ മിടുക്കുള്ള ആരെങ്കിലും ഒരാൾ മുട്ടു. ഒരു നായക വേഷം കൂടി അദ്ദേഹം മലയാളത്തിൽ ചെയ്യട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഏറ്റവും വലിയ വിവാദം എന്ന് പറയുന്നത് JSK എന്ന് പറഞ്ഞൊരു പടത്തെക്കുറിച്ചാണല്ലോ. നമ്മളിപ്പോൾ ഇവിടെ അടിയന്തരാവസ്ഥയുടെ 50 വർഷം ആചരിച്ചു. ഈ കഴിഞ്ഞ ബുധനാഴ്ച ജൂൺ 25-ാം തീയതി മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തിന് കൂച്ചു വിലങ്ങിട്ടതിൻ്റെ 50 വർഷം. രാജനടക്കം രക്തസാക്ഷിയായ അടിയന്തരാവസ്ഥ. 70 കോടി ജനങ്ങൾ നാവടക്കി പണിയെടുക്കൂ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കാമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ. ഷോലെ, രാജൻ പറഞ്ഞ കഥ, കബനി നദി ചുവന്നപ്പോൾ മുതലായ ഒരു പിടി സിനിമകളെ ഇന്ത്യയിലെ ഏത് ഭാഷയിൽ ഇറങ്ങി ഷോലെ വരെ വെട്ടി നുറുക്കിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആലോചിച്ചു. അടിയന്തരാവസ്ഥയുടെ മറവിൽ കണ്ടെന്നുണ്ടമായിട്ട് ഈ സിനിമകളെയൊക്കെ വെട്ടി നുറുക്കി കളഞ്ഞു. ഷോലയുടെ ക്ലൈമാക്സ് റീഷൂട്ട് ചെയ്യിച്ചു. അപ്പോൾ സെൻസർ ബോർഡിനെ കൊണ്ട് വെട്ടി ആർക്കും എതിർവാക്കി തിരുവായില്ല എന്ന് പറയും പോലെയാണ്. 70കളിൽ ജീവിച്ചവർ ആ ദിനങ്ങൾ മറക്കില്ല, ആ 1.25 വർഷം മറക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എന്നാൽ ഇന്നോ പ്രഖ്യാപിക്കാത്ത അടിയന്തരാവസ്ഥ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ തെറ്റാണെന്ന് ഞാൻ പറയില്ല. അനുഭവസ്ഥർ പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായിരുന്നു. ഇപ്പോൾ പ്രഖ്യാപിക്കാത്ത അടിയന്തരാവസ്ഥയാണ് ഇന്ത്യയിലുള്ളത് എന്ന് അനുഭവസ്ഥർ പറയുന്നു. ഇപ്പം തന്നെ മലയാളത്തിലൊരു കേന്ദ്രമന്ത്രി അഭിനയിക്കുന്ന സിനിമയാണല്ലോ ജാനകി വേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരള. JSK എന്നുള്ള ചുരുക്കപ്പേരിലാണ് ആ പടം അറിയുന്നത്. ജാനകി വേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരള. ഈ സിനിമയുടെ ചിത്രീകരണം നടക്കുമ്പോൾ അതിൽ നായകനായിട്ട് അഭിനയിക്കുന്ന കേന്ദ്രമന്ത്രിക്ക് സിനിമയുടെ പേരറിയാം, ഇത് ജാനകി വേഴ്സ് ആണെന്ന്. സിനിമ തീർന്നപ്പോൾ അതിൻ്റെ ടീസറുകളും ട്രെയിലറുകളും സെൻസറിങ്ങിന് കൊടുത്തു. ഒരു തർക്കവുമില്ലാതെ അവയൊക്കെ സെൻസർ ചെയ്ത് തിരിച്ചു കൊടുത്തു. അപ്പോൾ സെൻസർ ബോർഡ് മേധാവിക്കും അറിയാം ഈ സിനിമയുടെ പേര് ജാനകി വേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണെന്ന്. മിനിഞ്ഞാന്ന് വെള്ളിയാഴ്ച റിലീസാകേണ്ട സിനിമയായിരുന്നു. അതിനുവേണ്ടി സെൻസറിങ്ങിന് കൊടുത്തപ്പോൾ കഥയാകെ മാറി. ജാനകി എന്ന കഥാപാത്രത്തിൻ്റെ പേര് മാറ്റണം, പടത്തിൻ്റെ ടൈറ്റിൽ മാറ്റണം. ജാനകി എന്ന് പറഞ്ഞാൽ സീതാദേവിയുടെ മറ്റൊരു പേരാണ്, അതുകൊണ്ടാണ് മാറ്റണമെന്ന് പറയണേ. ജനകൻ്റെ മകളാണല്ലോ ജാനകി. 10-12 കോടി രൂപ വാങ്ങി അഭിനയിച്ച നായകൻ കേന്ദ്രമന്ത്രിയായിട്ട് പോലും സെൻസറിങ്ങിൽ തടഞ്ഞു. റീജിയണൽ സെൻസർ ബോർഡ് ഓഫീസറോട് എന്താ പ്രശ്നം എന്ന് ചോദിക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം അതിലെ നായകനായ സുരേഷ് ഗോപിക്കില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. 4 ബോർഡ് മെമ്പർമാരാണല്ലോ പടം കണ്ട് പേര് മാറ്റണമെന്ന് പറഞ്ഞിരിക്കുന്നത്. സിനിമയുമായി ബന്ധമില്ലാത്ത 100% സംഖ്യകളാണല്ലോ ഇപ്പോൾ സെൻസർ ബോർഡ് മെമ്പർമാർ. അതാത് കാലത്ത് കേന്ദ്രം ഭരിക്കുന്നവരുടെ ആൾക്കാരാണല്ലോ സെൻസർ ബോർഡിൽ വരുന്നത്. ഇപ്പോൾ ഒരു 40 ഉള്ളത് എല്ലാ സംഖ്യകളാണ്. ഞാൻ രാഷ്ട്രീയം പറയുകയല്ല. ആ 4 പേരെ വിളിച്ച്, പടം കണ്ട 4 പേരെ വിളിച്ചിട്ട് എന്തു പറ്റി എന്ന് ചോദിക്കേണ്ട ഉത്തരവാദിത്തം നായകനായ മന്ത്രിക്കില്ലേ? വാർത്താ പ്രക്ഷേപണ വകുപ്പ് മന്ത്രിയെ ഡൽഹിയിൽ കണ്ട് മച്ചമ്പി ഇതെന്ത് പണിയാണ് നിങ്ങൾ കാണിച്ചതെന്ന് സ്വാഭാവികമായും തിരുത്തണ്ടേ, ചോദിക്കണ്ടേ? എന്നിട്ട് അയാളെ കൊണ്ട് ഇത് തിരുത്തണ്ടേ? 10-25 കോടി മുടക്കിയ തനിക്ക് ചോദിച്ച് ശമ്പളം തന്ന, താൻ പറയുന്ന സൗകര്യത്തിനനുസരിച്ച് ഷൂട്ടിംഗ് നടത്തുന്ന ഒരു പടത്തിൽ ഇങ്ങനെ സെൻസർ ബോർഡ് പ്രശ്നം ഉണ്ടാക്കുന്നുവെന്ന് ഒരു ഓർമ്മയെങ്കിലും അദ്ദേഹത്തിനുണ്ടെങ്കിൽ ഈ മന്ത്രി മഹാൻ ഇതൊക്കെ ചെയ്യേണ്ടതല്ലേ? എനിക്ക് 10-12 കോടി രൂപ തന്നതാണ്, 10-25 കോടി രൂപ മുടക്കിയെടുത്ത സിനിമയാണ്. ആ സിനിമയെ അതിൻ്റെ പേരിൻ്റെ പേരിൽ തടഞ്ഞു വയ്ക്കുന്നത് ശരിയാണോ എന്ന് കേന്ദ്രമന്ത്രിയായ അദ്ദേഹമെങ്കിലും ആലോചിക്കണമായിരുന്നു. ഹാഫ് നിക്കറൊക്കെ ഇട്ട് വിജയലളിത അഭിനയിച്ച, പഴയ ഫൈറ്റൊക്കെ ചെയ്യുന്ന ഒരു നായിക ഉണ്ടായിരുന്നു വിജയലളിത, അവരഭിനയിച്ച പട്ടാളം ജാനകി എന്ന് പറഞ്ഞ പടം മലയാളത്തിൽ റിലീസായിട്ടുണ്ട്. പട്ടാളം ജാനകി MT വാസുദേവൻ നായരുടെ തിരക്കഥയിൽ മനോഹരമായ ഒരു സിനിമ ഹരിഹരൻ സാർ സംവിധാനം ചെയ്തിട്ടുണ്ട്, എന്ന് സ്വന്തം ജാനകിക്കുട്ടി. ജാനകിയുടെ അച്ഛനാണല്ലോ ജനകൻ, ജനക മഹാരാജാവിൻ്റെ മകളാണല്ലോ ജാനകി.
ജനകൻ എന്ന പേരിൽ സുരേഷ് ഗോപി തന്നെ നായകനായിട്ട് അഭിനയിച്ച ഒരു സിനിമ ഇവിടെ വന്നിട്ടുണ്ട്. അന്നൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല. അന്ന് കോൺഗ്രസ് ആയിരുന്നല്ലോ കേന്ദ്രം ഭരിച്ചിരുന്നത് എന്ന് വേണമെങ്കിൽ കേൾക്കാം. ഇപ്പം ഞാൻ കേൾക്കട്ടെ. കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു സന്യാസിനിയുടെ രൂപസാദൃശ്യമുള്ള ഒരു സന്യാസിനിയുടെ കഥാപാത്രവും ഒരു ഇൻ്റർനാഷണൽ ഫ്രോഡായ ഒരു സ്വാമിയുടെയും കഥ പറഞ്ഞ സിനിമയിലൂടെയാണല്ലോ സുരേഷ് ഗോപി സൂപ്പർ സ്റ്റാറായത്. ഏകലവ്യൻ, ഷാജി കൈലാസിൻ്റെ. ഇവിടെ സെൻസറിങ്ങിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയോ? അത് കോൺഗ്രസ് ഭരിക്കുമ്പോഴാണല്ലോ എന്ന് വേണമെങ്കിൽ നമുക്ക് സമാധാനിക്കാം. ഇപ്പോൾ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്തൊരു പടമുണ്ട്, നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക എന്ന് പറഞ്ഞിട്ട്. ഈ സിനിമ ഇപ്പോൾ ആരെങ്കിലും ചെയ്താൽ നരേന്ദ്രൻ എന്നുള്ളതുകൊണ്ട് നരേന്ദ്ര മോഡിയുടെ പേരാണെന്ന് പറഞ്ഞ് സെൻസർ ബോർഡ് തടഞ്ഞു വയ്ക്കുമെന്നാണ് എനിക്ക് പേടി. സെൻസർ ബോർഡ് എന്ന വിവരദോഷി ബോർഡ് ഇതും ചെയ്യും, ഇതിനപ്പുറവും ചെയ്യും എന്നാണ് എനിക്ക് പറയാനുള്ളത്. 1971 റിലീസായ ഒരു ഹിന്ദി സിനിമയുടെ പേരെനിക്ക് പെട്ടെന്ന് പിടികിട്ടുന്നില്ല. ഒരു ഹിറ്റായ പാട്ടുണ്ട് സീനത്തമ്മൻ പാടുന്ന ദംബരദം എന്ന് പറഞ്ഞിട്ട്, ദമ്മരദം മുച്ച് ജയഹവും എന്ന് പറഞ്ഞാൽ അതിൽ ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞ് കഞ്ചാവ് വലിച്ചിട്ട് കുറേ പ്രാന്തന്മാർ കിടന്ന് പാടുന്ന ഒരു പാട്ടാണ്. ഇപ്പോഴും സൂപ്പർ ഹിറ്റാണ്. ഹരേ രാമ ഹരേ കൃഷ്ണ എന്നാണെന്നാണ് പടത്തിൻ്റെ പേര്. അന്നും സെൻസറിന് ഒരു പ്രശ്നമില്ലായിരുന്നു, കൃഷ്ണനും ഒരു പ്രശ്നമില്ല, രാമനും ഒരു പ്രശ്നമില്ലായിരുന്നു. ഇപ്പോഴാണ് ആ പടം എടുക്കണമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. എടുത്തിരുന്നെങ്കിൽ ആപ്പീസ് പൂട്ടിയനെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കഞ്ചാവൊക്കെ വലിച്ച് ഒരു സംഘം പാടുന്ന പാട്ടാണ് ദംബരദം. ഉഷാ ഉതുപ്പ് നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഒന്ന് വേണമെങ്കിൽ ഓർമ്മിക്കാൻ വേണ്ടി യൂട്യൂബിൽ തപ്പിയിട്ട് കണ്ടോളൂ. ഒരു സിനിമയ്ക്കോ നാടകത്തിനോ പേരിടണമെങ്കിൽ കേന്ദ്രം ഭരിക്കുന്നവരോട് ചോദിക്കാം എന്ന് പറയുന്നതും ഒരു അടിയന്തരാവസ്ഥയാണ് എന്ന വിശ്വാസക്കാരനാണ് ഞാനൊരു സിനിമ ചെയ്യുന്നു, ഞാനൊരു നാടകം ചെയ്യുന്നു, ആ നാടകത്തിന് ഇതാണ് പേര്, രാമൻ ഉപേക്ഷിച്ച സീത എന്നിടണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഇൻഡാസ് വേണമെന്ന് പറയുന്നത് മറ്റൊരു അടിയന്തരാവസ്ഥയാണ്. എന്തായാലും നമ്മളിത് ചിത്രീകരിക്കുന്നത് വെള്ളിയാഴ്ച. തിങ്കളാഴ്ച ഫെഫ്കയുടെ 22 യൂണിയനുകളും സെൻസർ ബോർഡ് ഓഫീസിന് മുന്നിൽ സമരം നടത്തുകയും കേസുമായി ഹൈക്കോടതിയിലേക്ക് പോകുമെന്ന് ബി ഉണ്ണികൃഷ്ണൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേസും വഴക്കിലൊന്നും അല്ലെന്നേ, ഇതൊരു നയമല്ലേ. ഇവിടെ ഇപ്പോൾ ഭാരതാംബ എന്ന് പറഞ്ഞ് എന്താ നടക്കണേ? നമ്മുടെ സിനിമാ ചാനലായതുകൊണ്ട് എനിക്ക് ആവേശം കൂടുന്നെങ്കിലും ഞാൻ അതൊന്നും പറയുന്നില്ല. ഇത്തരം ഇഷ്യൂകളില്ലെങ്കിൽ ആ പാർട്ടിക്ക് നിലനിൽക്കാൻ പറ്റില്ല എന്നെനിക്ക് തോന്നുന്നു. ജാനകി എന്ന് ഒരു പടത്തിൽ ഇനിയിപ്പോൾ എസ് ജാനകിക്ക് പേര് മാറ്റേണ്ടി വരുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ജാനകി എന്ന് പേരിട്ടല്ല, അത് സീതയുടെ പേരായിപ്പോയി എന്ന് പറയുന്നൊരു നാട്ടിലാണ് നമ്മളിപ്പോൾ ബഹിരാകാശത്തേക്ക് ഒരു മലയാളി അയച്ചിരിക്കുന്നത്. കാലം മാറുന്നത് അവർ അറിയുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും തിങ്കളാഴ്ച നടക്കുന്ന സിനിമാ സമരം വലിയ വിജയമാകട്ടെ, സെൻസർ ബോർഡിൻ്റെ കണ്ണു തുറക്കട്ടെ, അല്ലെങ്കിൽ കേന്ദ്ര വാർത്താ പ്രക്ഷേപണ വകുപ്പ് മന്ത്രിക്ക് ബുദ്ധി വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം. അപ്പോഴും എനിക്കൊരു സംശയം, നല്ല 4 നിലയിൽ പൊട്ടേണ്ട പടമായിരുന്നല്ലോ എമ്പുരാൻ. എമ്പുരാനിലൊരു വിവാദം കത്തിപ്പടരുകയും സെൻസർ ബോർഡ് സെൻസർ ചെയ്ത സിനിമ ഞങ്ങൾ വീണ്ടും സെൻസർ ചെയ്യുമെന്ന് ആൻ്റണി പെരുമ്പാവൂർ പറയുകയും ഏതൊക്കെയോ 2 സെക്കൻഡ് 3 സെക്കൻഡൊക്കെ വെച്ച് എവിടെയൊക്കെ വെട്ടി ആളെ പറ്റിക്കുകയൊക്കെ ചെയ്ത് വീണ്ടും വന്നപ്പോൾ എമ്പുരാൻ ഭയങ്കര കളക്ഷൻ ഉണ്ടാക്കിയില്ലേ. സെൻസർ ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് കാണുന്നതെന്ന് ഒന്ന് കണ്ടേക്കാമെന്ന് പറഞ്ഞ് ഇടിച്ചു കയറിയ ആൾ, ആ ആളുകൾ തന്നെ സെൻസർ ചെയ്ത ശേഷം രണ്ടാമത് റീസെൻസർ ചെയ്ത ശേഷം ഏതൊക്കെ വെട്ടിക്കളഞ്ഞു എന്ന് കാണാൻ വേണ്ടി വീണ്ടും കയറി. അങ്ങനെ ആ സിനിമ അതുകൊണ്ട് മാത്രമാണ് വലിയ വിജയമായത്, അല്ലെങ്കിൽ 7 നെല്ലി പൊട്ടി തന്നെ. എനിക്ക് ബലമായ ഒരു സംശയം, സുരേഷ് ഗോപിയുടെ തലയിൽ ഉദിച്ച ബുദ്ധിയാണോ ഈ ജാനകി വേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ള സിനിമയ്ക്ക് ടൈറ്റിൽ മാറ്റണമെന്ന് സെൻസർ ബോർഡ് പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞൊരു ഇഷ്യൂ ഉണ്ടാക്കിയതാണോ എന്ന് എൻ്റെ മനസ്സ് സംശയിക്കുന്നു. അല്ലെങ്കിൽ സുരേഷ് ഗോപി പ്രതികരിക്കേണ്ടതല്ലേ? അപ്പോൾ ഇവരെല്ലാം കൂടെ ചേർന്ന് പ്രേക്ഷകരെ പറ്റിക്കാൻ വേണ്ടി ഈ പടത്തിൻ്റെ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ചെയ്തതാണോ എന്നുകൂടി അന്വേഷിച്ചിട്ട് സമരത്തിലേക്ക് ഇറങ്ങുന്നത് നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് ബി ഉണ്ണികൃഷ്ണനോട് പറയാനുള്ളത്. ഇത് കൂടുതൽ പറഞ്ഞാൽ റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു സിനിമയെക്കുറിച്ച് അങ്ങനെ പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഇത്രയും പറഞ്ഞ് തൽക്കാലം ഇവിടെ നിർത്താം. ഇതിന് അനുബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ സംഭവ വികാസങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് അടുത്ത ലക്കത്തിൽ പറയാമെന്ന് പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം.